ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. നമ്മളിത് നോക്കാൻ പോകുന്നത് നിഫ്റ്റിയുടെ ഡേ ട്രേഡിംഗ് സെറ്റപ്പിനെ പറ്റിയാണ്. അതായത് നിഫ്റ്റിയുടെ ചാർട്ട് നോക്കി എങ്ങനെ നല്ല രീതിയിൽ ടെക്നിക്കൽ ലെവൽസ് മാർക്ക് ചെയ്യാൻ നോക്കാം അടുത്ത ദിവസം ട്രേഡിങ്ങിന് വേണ്ടി. അപ്പോൾ ഇത് നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ചാർട്ടാണ്. അപ്പോൾ ഈ ചാർട്ടിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഫിബൊനാച്ചി ലെവൽ മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് ടൂൾസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫിബൊനാച്ചി ലെവൽസ് ടൂൾ കിട്ടുന്നതാണ്. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ മാർക്കറ്റിൽ നിന്ന് ഒരു അപ് ട്രെൻഡ് ആയിരുന്നു. അപ്പോൾ നമുക്ക് താഴെ നിന്ന് മുകളിലേക്ക് ഒന്ന് മാർക്ക് ചെയ്യണം. അതായത് ലോ മുതൽ ഹൈ വരെ മാർക്ക് ചെയ്യാം. ഇതിൽ നമ്മൾ 0.618 ലെവലുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫിബൊനാച്ചിയിൽ. ആ ലെവലൊന്ന് നമ്മളൊന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമുക്ക് ഈ ഫിബൊനാച്ചി ലെവൽ ഡിലീറ്റ് കളയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ മാർക്ക് ചെയ്തിരിക്കുന്നത് ഫിബൊനാച്ചിയുടെ ലെവലാണ്. ഇനി നമ്മൾ അടുത്ത് നോക്കേണ്ടത് ഈ ഒരു ചാർട്ടിൽ നമുക്ക് ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാൻ പറ്റുമോ എന്നാണ്. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും നല്ല രീതിയിൽ ഒരു അപ് ട്രെൻഡ് ആയിരുന്നു. അപ്പോൾ നമുക്കൊന്ന് നല്ല രീതിയിലുള്ള ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ടൂൾസിൽ പോയിട്ട് എക്സ്റ്റെൻഡഡ് ലൈൻ എന്ന് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റ് വരെ നോക്കാം. അപ്പോൾ നല്ലൊരു ട്രെൻഡ് ലൈൻ വന്നിട്ടുണ്ട്. ഇത് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ട്രെൻഡ് ലൈൻ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുകളിലും നമുക്ക് നല്ല രീതിയിലുള്ള ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു പാരൽ ചാനലിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഇന്ന് നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് നടന്നിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിഫ്റ്റിയിൽ നിന്ന് മൂവ് ചെയ്ത് ഒരു പാരൽ ചാനലിൻ്റെ ഉള്ളിൽ കൂടെ ആയിരുന്നു. അപ്പോൾ ഇതിൽ ലൈൻ ചാനൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പ് സൈഡിലേക്കും ഡൗൺ സൈഡിലേക്കും പോകാൻ ചാൻസ് ഉണ്ട്. ഇനി അടുത്തത് നമുക്ക് ഈ ഒരു ഫിബൊനാച്ചി ലെവലിൽ തന്നെ ഒരു സപ്പോർട്ട് മാർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. റെക്റ്റാങ്കിൾ ടൂൾ എടുത്തിട്ട് ആ ഒരു സപ്പോർട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ ഈ സപ്പോർട്ട് മാർക്ക് ചെയ്യുന്നത് മാർക്കറ്റ് താഴേക്ക് വരാണെങ്കിൽ നമുക്കൊരു ടാർഗറ്റ് കാണാനായിട്ടാണ്. അതുപോലെ തന്നെ ഈ ഒരു സപ്പോർട്ടിൽ ടച്ച് ചെയ്ത് തിരിച്ച് കയറുകയാണെങ്കിലും നമുക്ക് ബൈ എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആദ്യം ഫിബൊനാച്ചി ലെവൽ വെച്ചിട്ട് നമ്മൾ ഇന്നത്തെ ലോ മുതൽ ഹൈ വരെ മാർക്ക് ചെയ്തിട്ട് അതിൽ 0.618 ലെവൽ മാർക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾ ട്രെൻഡ് ലൈൻ ഉപയോഗിച്ചിട്ട് 2 ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലായി നിഫ്റ്റി ഒരു പാരൽ ചാനലിൻ്റെ ഉള്ളിലൂടെയാണ് ഇപ്പോൾ ട്രേഡ് നടക്കണതെന്ന്. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ഫിബൊനാച്ചി ലെവലിൻ്റെ അടുത്ത് തന്നെ കുറച്ചൊരു സപ്പോർട്ട് ലെവൽ കൂടി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ നോക്കേണ്ടത് ചാൻസസ് ആണ്. അപ്പോൾ നാളെ നിഫ്റ്റി ഓപ്പൺ ചെയ്തിട്ട് എന്തൊക്കെ ചാൻസസ് ആണ് വരാൻ നോക്കാം. അപ്പോൾ ഒന്നല്ലെങ്കിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു ലെവൽസ് ബ്രേക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു പാരൽ ചാനൽ ലെവൽ ബ്രേക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്താൽ ഉടനെ തന്നെ നമ്മൾ ബൈ എടുക്കാൻ നിൽക്കരുത്. ചിലപ്പോൾ അതൊരു ഫോൾസ് ബ്രേക്ക് ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഈ ഒരു ലെവൽസ് ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് 5 മുതൽ 10 മിനിറ്റ് വരെ അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കവിടുന്ന് ബൈ എടുക്കാവുന്നതാണ്. അതല്ലെങ്കിൽ മാർക്കറ്റ് വീണ്ടും നമ്മുടെ ഈ ഒരു ട്രെൻഡ് ലൈൻ ടച്ച് ചെയ്ത് തിരിച്ചൊരു അപ് ട്രെൻഡ് കാണിക്കുകയാണെങ്കിൽ നമുക്ക് ബൈ എടുക്കാവുന്നതാണ്. അത് മുകളിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊരു ഒന്നാമത്തെ ചാൻസ് ആണ്. ഇനി രണ്ടാമത്തെ ചാൻസ് എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഒരു ബ്രേക്ക്ഔട്ട് ഫെയിലിയർ ഒക്കെ ആണെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ട്രെൻഡ് ലൈൻ ടച്ച് ചെയ്ത് താഴേക്ക് വരാണെങ്കിൽ നമുക്കൊന്ന് സെല് ചെയ്യാവുന്നതാണ്. ഈ ഒരു ട്രെൻഡ് ലൈൻ വരെ വരാനും ചാൻസ് ഉണ്ട്. പിന്നെ മാർക്കറ്റ് ഇപ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈൻ ടച്ച് ചെയ്ത് തിരിച്ച് ബൈ കാണിക്കുകയാണെങ്കിൽ നമുക്ക് ബൈ എടുക്കാവുന്നതാണ്. ഈ ഒരു ട്രെൻഡ് ലൈൻ വരെ പോകാനും ചാൻസ് ഉണ്ട്. ഇനി മാർക്കറ്റ് നാളെ ഒരു ബെയറിഷ് ആണെങ്കിൽ ഈ ഒരു ലെവൽ ബ്രേക്ക്, അതായത് താഴെയുള്ള ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, ഇതുപോലെ താഴെയുള്ള ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. അത് തിരിച്ചൊന്ന് റീടെസ്റ്റ് ചെയ്ത് വീണ്ടും ഒരു ഡൗൺ ട്രെൻഡ് കാണിക്കുകയാണെങ്കിൽ നമുക്കൊന്ന് സെല് ചെയ്യാവുന്നതാണ്. ഈ ഒരു സപ്പോർട്ട് വരെ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ മാർക്കറ്റ് ഈ ഒരു സപ്പോർട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നും ഒരു അപ് ട്രെൻഡ് കാണിക്കുകയാണെങ്കിൽ നമുക്ക് ബൈ എടുക്കാവുന്നതാണ്. ഈ ഒരു ട്രെൻഡ് ലൈൻ വരെ പോകാനും ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് കിട്ടുന്നത് തൊട്ട് താഴെയായിട്ട് വേണം സ്റ്റോപ്പ് ലോസ് ഉള്ളത്. അതായത് നമ്മളിവിടെ ബൈ എടുക്കുകയാണെങ്കിൽ ഇതിന് തൊട്ട് താഴെ സ്റ്റോപ്പ് ലോസ് എടുക്കണം. നമ്മളിവിടെ നിന്ന് സെല്ല് ചെയ്യുകയാണെങ്കിൽ അതിന് തൊട്ട് മുകളിൽ വന്ന ക്യാനലിൻ്റെ ഹൈക്ക് മുകളിൽ വേണം സ്റ്റോപ്പ് ലോസ് ഇടാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ടാർഗറ്റ് ഈ ഒരു ട്രെൻഡ് ലൈൻ നോക്കിയിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഈ ട്രെൻഡ് ലൈനും സപ്പോർട്ടും ബേസ് ചെയ്ത് നമുക്ക് ടാർഗറ്റ് ഫിക്സ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് നിഫ്റ്റിയുടെ ടെക്നിക്കൽ ലെവൽസ് ചാർട്ട് നോക്കി മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിനുശേഷം അടുത്ത ദിവസം മാർക്കറ്റ് ഈ ലെവൽസ് എപ്പോഴൊക്കെയാണോ ബ്രേക്ക് ചെയ്യുന്നത് അത് ബേസ് ചെയ്തിട്ട് വേണം നിങ്ങൾ ട്രേഡ് എടുക്കാനായിട്ട്. ജസ്റ്റ് ഒരു ബ്രേക്ക്ഔട്ടിൽ ബൈ എടുക്കരുത്. ജസ്റ്റ് ആ ബ്രേക്ക്ഔട്ട് കൺഫർമേഷൻ വരണം. അതായത് ഇപ്പോൾ ജസ്റ്റ് ബ്രേക്ക് ചെയ്തു, അതിനുശേഷം അടുത്ത ക്യാൻഡിലും കൂടി നോക്കണം. അടുത്ത ക്യാൻഡിലും കൂടി ബുള്ളിഷ് ആണെങ്കിൽ മാത്രം നമുക്ക് ബൈക്ക് പോകാൻ പാടുള്ളൂ. അതുപോലെ തന്നെ താഴേക്കാണെങ്കിൽ മാർക്കറ്റ് ജസ്റ്റ് ഒന്ന് താഴേക്ക് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ സെല് ചെയ്യാൻ നിൽക്കരുത്. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. പിന്നെയും മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡ് കാണിക്കുകയാണെങ്കിൽ മാത്രമേ നമ്മൾ സെല് ചെയ്യാൻ പാടുള്ളൂ. അതല്ലെങ്കിൽ നമുക്ക് ഫോൾസ് ബ്രേക്ക്ഔട്ട് വരാൻ ചാൻസ്
പോയിന്റ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലെവൽസ് ജസ്റ്റ് ചാർട്ടിൽ മാർക്ക് ചെയ്ത് നാളെ ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.